ചേട്ടത്തി ചേട്ടത്തി. ആ സുരേന്ദ്ര. ആ അണ്ണാ നിങ്ങളിവിടെ ഉണ്ടായിരുന്നാ? പിന്നെ ഞാൻ എവിടെ പോവാടേ, ഇവിടെയൊക്കെ ഉണ്ട്. അണ്ണൻ മാത്രമല്ല അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, പോയി പക്ഷെ എല്ലാരും. ആഹാ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഓ ചേട്ടൻ നാട് വിട്ട് പറഞ്ഞ് വന്നതാ. എന്നാലും സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്തത്. അത് പിന്നെ ചേട്ടത്തി അവൻ മുടി അവിടെ ചൊക്കലിംഗത്തിന്റെ വീട്ടിൽ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് വരാത്തത്. പിന്നെ നിനക്ക് ചൊക്കിലിംഗത്തിന്റെ അവിടെ പോയിക്കൂടായിരുന്ന? തള്ളി പിടിച്ചോണ്ട് ഇങ്ങോട്ട് എന്തിനു വന്നത്? അത് ഞാൻ പറഞ്ഞാണ് അവൻ്റെ അടുത്ത്, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കണ്ടേ. അവൻ ഒറ്റയ്ക്ക് വെക്കോളാം, അവൻ എല്ലാ കാര്യവും അവൻ നോക്കിക്കോളാം, അവന് കൂട്ടുകാരും വേണ്ടാന്ന് പറഞ്ഞു. ആ നമ്മളോട് അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു, ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് പോക്കല്ലായിരുന്നു. ഇനി അവിടെ ചെന്ന് എന്തിനു കാട്ടി കൂട്ടണമെന്ന് അറിഞ്ഞൂടാ. അല്ല, ഒന്നാമത് നമ്മൾ മലയാളികളെ പോലെ അല്ല തമിഴന്മാർ. ഓ അങ്ങനെയൊന്നുമില്ല, ബാലു അവരോട് ചെന്ന് സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്കിക്കോളൂ. അവിടെ തന്നെ അവന്മാരോട് സംസാരിക്കാനൊന്നും പറ്റില്ല. ആദ്യം അടി, രണ്ടാമത് സംസാരമുള്ളൂ. ചിറ്റപ്പോ അടിയുടെ കാര്യത്തിൽ അത്ര മോശമല്ല. അതല്ല, ഇനി ഗുണ്ടകളെ കൂടെ ചേർന്നുകൊണ്ട് ഇവ ആ ചെറുക്കന്റെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് തോന്നും. നിങ്ങൾ ചുമ്മാ ഇരിക്കണ. അല്ല സുരേന്ദ്രൻ, നിന്നെ വിളിച്ചായിരുന്നാ ബാലു? ഓ ഞാൻ വിളിച്ചു അങ്ങോട്ട് 2 പ്രാവശ്യം, രണ്ടുപേരെയും വിളിച്ചേ, രണ്ടുപേരും ഫോൺ എടുക്കണില്ല. അതമ്മ ഗുണ്ടകൾ അവരുടെ ഫോൺ പിടിച്ചു വെച്ചേക്കായിരിക്കും, അതാ ഫോൺ എടുക്കാൻ പറ്റാത്ത. ഒന്ന് മിണ്ടായിരുവച്ചോന്ന്. എന്തായാലും ചേട്ടത്തി ഞാൻ ഇന്ന് വൈകുന്നേരം വരെ നോക്കും. അണ്ണനെയും വിളിക്കും, അവനെയും വിളിക്കും. രണ്ടുപേരും ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ ഞാൻ നേറ്റിങ്ങനെ പോയി ഒരു 10-15 പയ്യന്മാരെ വിളിച്ചോട്ട് ഞാൻ നേരെ മധുരയ്ക്കും. എന്നാ പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ? ചേട്ടത്തി അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ച അവരിവിടെ കാണുമെന്ന്. ഇവിടെ വന്നപ്പോഴും ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിയണേ. ഞാൻ ഒരു കാര്യം, ഇപ്പൊ പോട്ടെ എന്നാ. വൈകുന്നേരം വരെ ക്ഷമിക്ക്, ഇപ്പൊ പോകണ്ട. ആരുന്നാട് എനിക്ക് കുറെ ഗുണ്ടകളുണ്ട്, എന്റെ കൂട്ടുകാരന്മാര്. അവന്മാരെയും കൊണ്ട് നമുക്ക് പോവാടേ. എന്നാ നിങ്ങളെ കൂട്ടുകാരൻ പറയില്ല, എല്ലാം ഒടിഞ്ഞു കാണും. അവന്മാരെ കൊണ്ട് അവിടെ കൊണ്ട് എന്തോന്ന് കാണിക്കാൻ? ഡേയ്, വയസ്സായെന്നും പറഞ്ഞോണ്ട് നീ തീരെ തരം താത്തികളല്ലേ. അവന്റെയൊക്കെ മുമ്പ് ചെന്ന് നെഞ്ചും വീരിഞ്ഞങ്ങ് നിന്നോണ്ടല്ലേ ഓമാര് കണ്ട കിടുകിടാറ്റ്. ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കും. ഇതേ കേസ് കൊള്ളാൻ അവിടെ കൊണ്ടുപോയി ഞാൻ നെഞ്ചു പിരിച്ച് നിർത്താൻ. വെറുതെ എന്തിനാണ് നാണം കിടന്നത്? ഞാൻ പൊയ്ക്കോളാം കേട്ടാ. അല്ല അപ്പൊ സുരേന്ദ്രൻ പോകാൻ തീരുമാനിച്ചാ? പിന്നെ പോവാതെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവേണ്ടി ചേട്ടത്തി. ഇനിയിപ്പോ എവിടെയും പോകണ്ട, ഇവിടെ നിൽക്കുക. അവരങ്ങോട്ട് പോയിരിക്കല്ലേ, പോയിട്ട് അവിടെ ചെന്നിട്ട് വിളിക്കട്ടെ, അപ്പൊ കാര്യങ്ങൾ അറിയാലോ. ഇല്ല അത് ശരിയാണ്. ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം അവർ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകും. പോയിട്ട് ഞാൻ അവരെ കൊണ്ടേ വരുള്ളൂ. അതല്ല സുരേന്ദ്ര, ബാലു അവിടെ ചെന്നിട്ട് വിളിക്കുമല്ലോ. അപ്പൊ വിളിക്കുമ്പോ കാര്യങ്ങൾ അറിയാം. എല്ലാവരും ഇവിടെ മധുരക്ക് പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവർ വിളിക്കട്ടെ, അപ്പൊ കാര്യങ്ങൾ അറിയാലോ. വാ വല്ലതും കഴിക്കാൻ നോക്ക്. അണ്ണാ, ഈ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോക്കണേ എന്തിനാണ്? കുറച്ച് ചൂടുവെള്ളം തരാം ഇപ്പൊ. ലച്ചു ഇപ്പൊ വരാട്ടോ. എന്റെ സ്നേഹിതന്മാരെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടാടാ. എന്തിന്? ചുമ്മാ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാതെ. അല്ലെങ്കിൽ നിനക്ക് ആ മുടിയും ചെറുക്കണ കണ്ണീര് കണ്ടൂടാ. അതാണ് ഇവിടുത്തെ കുഴപ്പം. അപ്പൂപ്പനെയും മുടിച്ചനോട് സ്നേഹമൊക്കെ കാണിക്കണതേ സ്നേഹം കൊണ്ട് മാത്രമാണോ അതോ? അല്ല മക്കളെ, മുടിയും ചെറുക്കൻ വന്നാലോ പഴനി കൊണ്ടുപോയി മുട്ട അടിക്കാൻ ഞാൻ ഞാനിരിക്കുകയാണ്. അപ്പൊ അതാണ് കാര്യം. ചിറ്റപ്പൻ എപ്പോഴാ മധുരയ്ക്ക് പോണേ? എന്ത് മക്കളെ, അച്ഛനും ചേട്ടനും കാണാൻ ധൃതിയായ? അതൊന്നും അല്ല, അച്ഛൻ എന്റെ ബാഗ് എടുത്തിട്ടാ പോയേക്കണേ. അതുകൊണ്ട് ചിറ്റപ്പൻ വേഗം പോയി എന്റെ ബാഗ് എടുത്തിട്ട് വരണം. പിന്നെ നിന്റെ ബാഗാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. എന്റെ ബാഗാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. മക്കളെ, മക്കൾക്ക് അപ്പം ഒരു പുതിയ ബാഗ് വാങ്ങിച്ചു. മക്കളൊരു കാര്യം ചെയ്യണം, മുടിയാൻ വരുമ്പം എങ്ങനെയെങ്കിലും അവന്റെ മുടി എടുത്തു കളയാൻ വേണ്ടി സമ്മതിപ്പിക്കണേ. അപ്പോ എനിക്ക് എന്റെ പഴയ ബാഗ് തന്നെ മതി, അതാ നല്ലത്. മക്കള് ചിറ്റപ്പം മധുര പോയി മക്കളെ ബാഗും അച്ഛനെയും മക്കളെ ചേട്ടനെയും എല്ലാം കൂടെ ഒരുമിച്ച് വിളിച്ചോണ്ട് വരും. സുരേന്ദ്രൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല മധുരയ്ക്ക്. അതെന്താ അടുത്ത് എന്നെ അത്ര വിശ്വാസമല്ലേ അടുത്ത്? അതുകൊണ്ടല്ല, ബാലു ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞ എൻ്റെ അടുത്ത് പോണ്ടാന്നു. ബാലു ഒക്കെ ഇവിടെ എത്തിയെന്നേ, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ ഇങ്ങോട്ട് എത്തും. എവിടെ? ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പൊ മുടിയൻ അവർ വിട്ടാ? എനിക്കറിയില്ല, ഞാൻ ഓരോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ അവിടെ വന്നിട്ട് എല്ലാം വിശദമായിട്ട് പറയാന്ന് പറഞ്ഞു. എന്റെ ബാഗ് കൊണ്ടാണ് അച്ഛൻ വന്നേക്കണേ. പിന്നെ നിന്റെ ബാഗ് അവിടെ കളഞ്ഞിട്ട് വരുമോ? ഒരു ബാഗ് കാരി. എന്തായാലും മുടിയൻ തിരിച്ചു വന്നല്ലോ, അത് തന്നെ മഹാഭാഗ്യം. നീലു, അവന്റെ കല്യാണം വല്ലതും കഴിഞ്ഞാന്ന് വല്ലതും പറഞ്ഞ? അതൊന്നും അറിയില്ല. ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത്. നീലുവേ, നീ കരുതിയിരുന്നോ ബാലുവിന്റെ പറക്കുന്ന് ടാറ്റാ സുമയില് കുറെ തമിഴന്മാർ ഇങ്ങോട്ട് വരും? എന്നാ നിങ്ങൾ പേടിക്കാനാ? അവർ വരണമെങ്കിൽ വരട്ടെ. എത്ര പേരായിട്ട്? നമ്മൾ ഇത്രയും പേരില്ല, നിങ്ങൾ പേടിക്കണേ. ഡേയ്, സത്യം പറയാല്ലേ, എനിക്ക് കുറെ ഗുണ്ടയുണ്ട്, നെഞ്ചും തെളിഞ്ഞ് നിൽക്കൂന്നൊക്കെ പറഞ്ഞില്ല. എടാ എൻ്റെ പൊന്നപ്പി, അവന്മാര് വരെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരൊറ്റ ഓട്ടമാണ്, എന്നെ കിട്ടൂല. അയ്യയ്യാണ്, നിങ്ങൾ ആരും ഓടണ്ട. ഇവിടെ നിന്ന് ആരും ഓടിയും വേണ്ട, ഒന്നും ചെയ്യും വേണ്ട. ആദ്യം ഇവരൊന്നും വന്നോട്ട്, ബാക്കിക്കാരല്ലേ പിന്നെ. എടാ സുരേന്ദ്ര,
അതൊന്നും വേണ്ടി വരില്ല. ബാലു വളരെ ശാന്തമായിട്ടാ സംസാരിച്ചത്, ഒരു കുഴപ്പമുണ്ടാവില്ല. ആ കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തതയായിരിക്കും അത്. നീലുവായി ഇടി ഞാൻ വന്നത് പാരടി ഉൻ മുടിയെ വന്നാச்சு ஊரோட வந்தாச்சு பாரு பாரு. മക്കളെ വിഷ്ണു, അമ്മ, ആരാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയേ? മധുരൈ മാവട്ടം സുന്ദരപാണ്ഡ്യ ഗൗണ്ടർ. ആര്? മധുരൈ മാവട്ടം സുന്ദരപാണ്ഡ്യ ഗൗണ്ടർ. അപ്പൊ കൗണ്ടറെ മോളെ കൊണ്ടുവന്നില്ലേ? അത് പിന്നെ வாய் மூடுறா பேசக்கூடாது. ഞാൻ അവിടെ അങ്ക உங்களுக்கு தெரியுமா அங்க எல்லாரையும் வந்து காலை விழுந்து இங்க விളിച്ചോണ്ട് വന്നു ഞാൻ. തമിഴ്നാട് കഴിഞ്ഞ് കൂടെ കേരളത്തിൽ വന്നില്ലടാ. അത് പിന്നെ എനിക്ക് തമിഴ് കളഞ്ഞിട്ട് മലയാളം എടുത്തൂടെ? എൻ്റെ അണ്ണ അവിടെ ഗൗണ്ട് എടുത്ത് ഒരേ പേശി 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 തമിഴ് പേശി പേശി തമിഴ് താൻ വരും മലയാളം മറന്നിടിച്ച്. ആ എന്താ ചന്ദ്ര നീ ചുമ്മാ അങ്ങനെ നയിക്കുന്നത്? അത് പിന്നെ ഞാൻ അവന് എമ്മേലെ കോപം. എതുക്ക്? ഞാൻ അങ്ങ് പോയപ്പോൾ ഒറ്റയ്ക്കല്ലേ തനിയല്ലേ പോയത്, ഇവനെ ഞാൻ കൊണ്ടുപോകില്ല, അതുകൊണ്ട് കോപം. മാമ അതല്ല, ഞാനേ ഈ ഗൗണ്ടറിനെയും പിന്നെ ഈ അരിവാക്കത്തെയൊക്കെ വെച്ചിട്ട് വില്ലന്മാരില്ലേ തമിഴ് സിനിമയില് എന്ന് വിളിക്കണ അമ്മയുടെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഇതൊക്കെ നേരിട്ട് കാണിച്ചു തരാം, എന്നെ കൂടെ മധുരയെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇടങ്കടാ ഞാൻ അപ്പുറം ഞാൻ പോവും, അപ്പം ഞാൻ കൂടെ ഞാൻ കൊണ്ടുപോവാം. ഞാൻ വരും, ആഹാ, വിളിക്കണം. അത് ശരി, ഇനിയും പോണോന്നാ? അപ്പൊ അവിടുത്തെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? ബാലു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കൊച്ചിനെ ഇനി കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ടൊന്നും. കൊണ്ടുപോകണ്ടടി, പിടിച്ച് അടക്കലക്കടുത്ത് കൊണ്ടുവരുത്ത് പോ ഉണ്ട്. വിഷ്ണു, എന്താണ് മക്കളെ അവിടുത്തെ പ്രശ്നം? പറ. ഞാൻ പറഞ്ഞു. ആ മുറാ അവൻ പറയട്ടെ. என்ன பேசவே வேண்டாம். அங்கே கவுண்டரை முன்னாடி வாய் பொத்திக்கிட்டு இப்படி இருந்தாச்சு. நான் தான் கவுண்டர் எடுத்து எல்லாம் പറഞ്ഞ് സെറ്റിൽ ആക്കി അங்கே ഇരുന്ന് ഇங்கே അണപ്പി ഇങ്ങ് കൊണ്ടുവന്നിരിച്ചു. ഓ കേട്ടിക്കളെ ഞാൻ. അപ്പൊ അവിടെ പ്രശ്നം സോൾവ് ആയാ? അപ്പൊ അവന്മാരെ കൊണ്ട് വരയൊന്നുമില്ലല്ലേ? ഇയാൾക്ക് അവര് ഇവിടെ വന്നേ അടങ്ങോളാവാ. അമ്മമാര് പറഞ്ഞേ വരട്ടെ, ചന്ദ്ര ഇവിടെ നിൽക്കല്ലേ, അണ്ണൻ ധൈര്യമായിട്ട് നില്ല്. നമുക്ക് വേഷ വെതുപ്പിയവന്മാരെ വിളവാര ഓട്ടിക്കാം അങ്ങ് മധുരയിലോട്ട്. പിന്നെ അല്ല അപ്പൊ ഇവിടെ ഒരു കുരുക്ഷേത്രം ഭൂമിയാക്കിയൊക്കെ മാറ്റല്ലേ? ഓ ഓഹോ, അത് ശരി, ഇപ്പൊ അങ്ങനെ ആയാ? അണ്ണല്ല കുറച്ചു മുന്നേ പറഞ്ഞത് ആരെങ്കിലും കൊണ്ട് തല്ലാകുമ്പോഴാണെങ്കിൽ ഇവിടെ നിന്ന് ഓടി അങ്ങ് തള്ളൂന്ന്. എന്നാ അപ്പൊ നഷ്ടപ്പെട്ട നമ്മളെ മുടിയെന്നെ തിരിച്ചു കിട്ടിയ ദിവസമല്ലേ, എല്ലാരും കൂടി അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ആഘോഷിക്കും. എന്നാ ഞാൻ അങ്ങോട്ട്. ശരിയടാ. നിങ്ങൾ എത്തിയാ? അയ്യോ വാ. ഒന്ന് ഇങ്ങോട്ട് നീങ്ങിക്കച്ച. അവളെ അച്ഛനെ കാണാനല്ല വന്നത്, എന്നെ കാണാനാ അല്ലേ അവളെ? നിങ്ങൾ രണ്ടുപേരും കാണാനല്ല ഞാൻ വന്നത്. എന്റെ ബാഗ് എവിടെയാ? ബാഗ് ആര് ഏത് ബാഗ്? അച്ഛൻ എന്റെ ബാഗിൽ അച്ഛന്റെ തുണിയൊക്കെ കെട്ടിപ്പൂട്ടി കൊണ്ടുപോയേ. ഓ ആ ബാഗ് മക്കളെ, ഇതാണാ മക്കളെ ബാഗ്? ആ ഇതന്നെ. പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോണ ബാഗാണ് എടുത്തോണ്ട് മധുര പോണ. ഞാൻ നിൽക്കില്ല, എന്തായാലും പോണം. മാമ ചാച്ചി ഓ ശരി ശരി ശരി. ബൈ ബൈ ബൈ. വിഷ്ണു ഡാ വാ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട് വാ. ഇവിടെ പോണം, ഇവിടെ പോണം. എന്താ ചോദിക്കാൻ? ഇവിടെ ഒരു കാര്യം ചോദിക്കാനോ പറയാനുമില്ല. പോയി അടിച്ചടിച്ച് കുളിക്കാൻ പോടാ. ഇന്ന് ഇഡലി ഉണ്ടാക്കിയത് എന്തായാലും നന്നായി. ആന്തമ്മ അല്ല വിഷ്ണുവേ, അവിടുന്ന് ഈ തൈര് സാധവും സാമ്പാർ സാധവും ഒക്കെ കഴിച്ച് മടുത്തിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരണത്. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കൊടുക്കാം. അതിന് വേണ്ടിയാണ് അമ്മ ഇഡലി ഉണ്ടാക്കിയത്. ആ എന്റെ അമ്മ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇഡലി മൊത്തം കഴിച്ചിട്ട് മടുത്തായിരിക്കും വന്നത്. അപ്പൊ അമ്മ വീണ്ടും ഇഡലി ഉണ്ടാക്കി കൊടുക്കണം. ആ അത് മറന്നു കേട്ടാ. അമ്മ കഴിക്കാൻ എന്താ? ഇഡലിയാടാ. ഇവിടെ ഇഡ്ഡലിയാ? ഞാൻ അവിടെ ഇഡ്ഡലി കഴിച്ച് മടുത്തിട്ട് വന്നിരിക്കണത്. ദോശ എന്തെങ്കിലും ഉണ്ടാക്കാൻ പാടില്ലേ? തൽക്കാലം നീ ഇപ്പൊ ഇന്ന് ഇഡലി കഴിക്കി, നാളെ ഉണ്ടാക്കി തരാം ദോശ. ആ മതി, താ ഇഡ്ഡലിയാ. ആ വിഷ്ണു, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചേട്ടാ, ആ ഗുണ്ടകളെ കഴുത്തില് ശരിക്കും വടിവാള് വെച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. എടാ, ആ പെണ്ണില്ലേ തമിഴത്തി, അതിനെ കെട്ടിക്കൊണ്ടുവരെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കായിരുന്നു ഞാനിവിടെ. ഒന്ന് പോകാൻ അമ്മയുടെ സമ്മതം ഇല്ലാണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെണ്ടല്ലോ. നീലു, അച്ഛാ ഇഡ്ഡലി എടുക്കട്ടെ? പ്ലേറ്റ് ഒക്കെ എടുക്ക്. ബാലുവേ, ആ വിഷ്ണുവിൻ്റെ അടുത്തേ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കായിരുന്നു. എന്തു പറഞ്ഞു? അല്ല പറഞ്ഞില്ല, പറയാൻ തുടങ്ങുമായിരുന്നു അവൻ. സാമ്പാർ ഒഴിക്കട്ടെ? ഇവിടെ ഇവിടെ ഇവിടെ. എന്തുവാടാ കഴിക്കണ പടാ റൂമില്? ചേട്ടൻ വിശേഷം പറയട്ടെ. അച്ഛനെന്ത് വിശേഷം? ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോൾ വിശേഷം പറഞ്ഞത് അല്ലേ? അപ്പൊ അച്ഛൻ ഇപ്പൊ സംസാരിക്കണ്ടല്ലോ, അപ്പൊ അതോ? വെള്ളിമുങ്ങ. ആ ബാലു, നിങ്ങളെ ഫോൺ വിളിച്ച് കിട്ടാത്തോണ്ടേ സുരേന്ദ്രൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്തിന്? അവിടെ എന്ത് കാണിക്കാനാണ്? അത് അവനെ വഴി അറിയാമോ നീ? അണ്ണാ, ഓ ഇവിടെ ഉണ്ടായിരുന്ന? ഓ ഈ മധുര എന്ന് പറയണതേ ഓ ഓ അങ്ങ് അമേരിക്കയിലൊന്നും അല്ലല്ലോ അല്ലേ? ഓ ഏയ് അച്ഛൻ കാര്യം അറിഞ്ഞ? ഇല്ല, ഇതുവരെ അറിഞ്ഞൊന്നുമില്ല. ഞാൻ വരാൻ നേരത്തെ ചോദിച്ചു, പെട്ടെന്ന് എന്താ നീ എറണാകുളത്ത് പോകണേ? അത് വെറുതെ ചോദിച്ചായിരിക്കും. എന്നാലും നീ വരണ വഴിക്ക് അവിടെ ഇറങ്ങി അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരായിരുന്നു. നേരത്തെ ഇറങ്ങി. അച്ഛനെ മാത്രമല്ലടാ, നാട്ടുകാരെ മൊത്തം ഞാൻ കണ്ടിട്ട് വരാം. എടാ അവിടെ ചോദിച്ച ആടിയും പീടിയും ബേളായിട്ട് ചെറുക്കനെ കൊണ്ട് രക്ഷിച്ചുകൊണ്ട് ഞാൻ ഓടണ ഓട്ടത്തിന് ഇവിടെ അവിടെ വരാനാ? എങ്ങനെ വീടെത്താൻ വേണ്ടി ഞാൻ നോക്കണം. പിന്നെ അച്ഛനെ കണ്ടിട്ട് വരാം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ഉള്ളൊന്നും പറയണ്ട. ഇവിടെ കിടന്ന് കറങ്ങാതെ നേരെ ഇങ്ങനെ പോകാൻ നോക്ക്. എന്തിനിപ്പോഴേ പോണേ?
നീ ഇപ്പോഴൊന്നും പോകണ്ട 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ എടുത്തി. ഞാൻ 2 ദിവസം നിന്നിട്ടേ പോകണുള്ളൂ. ആ പിന്നെ അത് നിന്നിട്ട് പോ. ഡേ കഴിച്ചോണ്ട് റൂമിൽ പോകാൻ നോക്ക് പെട്ടെന്ന്. വിഷ്ണു 2 ഇഡ്ഡലി കൂടി ഇടട്ടെ. ശേഷം പറയും. കഴിച്ച് 2 പോണ എന്തിനാ? എന്താന്ന് വിശേഷം അവിടെ? എന്നാ സാമ്പാർ വെച്ചിട്ട് പോ വേണ്ടേ? മക്കളെ മുടിയാ കുളിയും ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞ അതൊക്കെ കഴിഞ്ഞ്. അല്ല അപ്പൂപ്പൻ നേരത്തെ എന്തോ പറയാൻ വന്നു തോന്നണം. എന്തെങ്കിലും പറയണ്ട? മക്കളെ നിന്നെ കാണാതായപ്പം അപ്പൂപ്പൻ അമ്പലത്തിലൂടെ നേരത്തെ ആയിരുന്നു. അത് നമുക്ക് നടത്തണം. അതിനിപ്പോ ഒന്നും നടത്താലോ? എന്നാ പറ്റേ താമസിക്കണ്ട. ഓ ഇന്ന് തന്നെ നമുക്ക് പളനി പോണം. പള്ളി എന്തിനു പോണത്? ആ പളനി പോയി നിന്റെ തല മുട്ട അടിക്കാൻ അപ്പൂപ്പ അങ്ങനെയാന്ന് പോയാന്ന് മുട്ട അടിക്കാനാ? വന്ന് കേറിയില്ല മുട്ട അടിക്കണം. പിന്നെ മുടി മൊട്ടടിക്കുന്ന കാര്യം ഞാൻ ഓടിയല്ലേ? അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. അവൻ സമ്മതിച്ച് നിങ്ങൾ മൊട്ട അടിച്ച്. ഒരു വഴിയുണ്ട് മൊട്ട അടിക്കുക. എന്തോന്നു? കുറച്ച് ക്ലോറോഫം കലയിക്കൂട്. ബോധം കിട്ടുമ്പോൾ നമുക്ക് വഴിച്ചിറക്കാൻ മുടി. എന്ത് പറഞ്ഞു? ഏയ് ആർക്ക് ക്ലോറോഫോം കലക്കി? ഇവനെ പറ്റി പറഞ്ഞേ ഉള്ളതാ വന്ന്. നിന്റെ കാര്യം പറഞ്ഞിരിക്കായിരുന്നു. എന്തോന്നു? നിന്നെ ബോധം കെടുത്തി നിന്റെ ഉള്ള മുടിയൊക്കെ വഴിച്ചിറക്കാൻ. എനിക്കതിന് മുടിയില്ലല്ലോ. അത് തന്നെ ബാക്കിയുണ്ടല്ലോ. അതിന് വഴിച്ചിറക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നീ ചുമ്മാരി. ഞാനൊരു കാര്യം ചോദിട്ട് പറഞ്ഞ സത്യസന്ധമായിട്ട് മറുപടി പറയണം. ആ ഇനി തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഇവിടെ ആരും വരൂല. അതിർത്തി ഇങ്ങോട്ട് കിടക്കൂല. അവന്മാരതെല്ലാം ഞാൻ പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. അച്ഛാ ആ അച്ഛാ ദേ ഇതൊന്നും ശരിയാക്കി തന്നെ. ഈ സിബ് നിരച്ചോ വർക്കാവുന്നില്ല. എൻ്റെ പണി ഇതാണ്. ഇലക്ട്രോണിക്സ് ആണ്. ഇതല്ല ബാഗ് നന്നാക്കലല്ല കേട്ടാ. അതെനിക്ക് അറിയാം അച്ഛാ. ഇത്രയും ദിവസം സിബിന് ഒരു കുഴപ്പമുണ്ടായില്ല. അച്ഛൻ മധുര കൊണ്ടുപോയി പിന്നെയാണ് ഇതിന് പ്രശ്നം ഉണ്ടായത്. മധുരയെ കൊണ്ടുപോയപ്പോൾ കൊണ്ടുവന്നേ പിന്നെയാണ് ഇതിന് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് അച്ഛനെ നന്നാക്കി തന്നെ പറ്റൂ. മധുരയെ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നത്. ഇത് നടുക്ക് ഇങ്ങനെ ഇരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ കള്ളം പറയല്ലേ. ഓടിയായിരുന്നു. അച്ഛാ മര്യാദ നന്നായി ഓടാ. പിള്ളേരെ വരട്ടെ. നേരത്തെ എടുത്തോണ്ട് പോകാൻ തോന്നിയാന്തോ. ബാലു വിഷ്ണുവേ ആ മധുര പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ മാറ്റമില്ലേ? ഏയ് നിനക്ക് തോന്നണത് ഉണ്ടെന്നേ. ഇല്ലെന്നേ. ഉണ്ട് ബാലു. ഇടയ്ക്കിടയ്ക്ക് അവൻ അടുക്കളയിലേക്ക് വരണല്ലേ. ഇപ്പൊ വരണില്ലെന്നേ. വരണില്ലേ? ഇല്ല. കുറച്ച് മുമ്പ് അവിടെ നിന്ന് ഇഡലി കഴിച്ചിട്ട് പോയത്. പിന്നെ അത് ഇഡലി കഴിക്കാൻ വന്നതല്ലേ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറണല്ലേ അമ്മ അമ്മ എന്നും പറഞ്ഞ്. അതെ മധുര ഒരു ചൊക്കരങ്ങി മാവന്റെ വീടിന്റെ അടുക്കളയുണ്ടല്ലോ. വിശാലമായ വലിയ അടുക്കളയാണ്. അവിടെ ഇരുന്ന് ഇവിടെ വന്നപ്പോൾ ഇത് ചെറിയ അടുക്കളയല്ലേ. ഒരു പുച്ഛാൻ തോന്നിക്കാണ്. അതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല. അവനൊന്നും അങ്ങോട്ട് വിട്ട് പറയണില്ല. ഒന്നും വിട്ട് പറയണില്ല. നീ അവൻ്റെ അടുത്തൊന്നും ചോദിക്കാന്ന് വേണ്ട. അവനൊന്നും വിട്ടു പറയേ. എവിടെ പോണു? എവിടെ പോണു? ഞാൻ ജംഗ്ഷൻ വരെ പോണു. ജംഗ്ഷനിൽ എന്തിനു പോണു? ചുമ്മാ പോണു. ചുമ്മാ പോണെന്ന്. വെറുതെ ജംഗ്ഷനിൽ പോണം. ആ കയറി പോടാത്ത്. കയറി പോടാ. എടാ നിന്റെ മുട്ടുകാലിക്ക് തല്ലി ഓടിക്കാൻ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല. ഇതെന്തോന്നത്? പറഞ്ഞു കേട്ടില്ലടാ അടുത്ത്. തക്കൂനെ പറയടാ. അടക്കളയിൽ പോണു. എന്തിനാ വരട്ടെ? പണ്ടേ വരട്ടേം കൊണ്ടല്ലേ ആ വീട്ടിൽ പോകൂലായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇനി ഇറങ്ങിപ്പോട്ടെ. ആ ചന്ദ്ര ആ ചേച്ചി ആണോ ഇത് എന്താടാ? ആശാനുള്ള ഗുരുദക്ഷിണായിരിക്കും. കൊടുക്ക്. അല്ല ചേച്ചി ഇത് ഇങ്ങനെ വണ്ടിയിൽ വെച്ച് മറന്നത്. അത് നിന്നോട്ടെ. നോക്കട്ടെ എന്തോന്ന് നോക്കട്ടെ. എന്താ നോക്കട്ടെ. നോക്കട്ടെ. നുറുക്ക. ഇതെവിടുന്ന അരിമുറുക്ക്? എവിടെ നിന്നത്? വണ്ടിയിരുന്നു. അത് ഗൗണ്ടറ മോള് ഈ മുടിനെ കൊടുത്തായിരിക്കും. നാണോ ഇല്ലേ നിങ്ങക്ക്? അവൾ അരിമുറുക്ക് വരുമ്പോ അതും മേടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നേക്കുന്നത്. അത് അവിടെ കളഞ്ഞിട്ട് വരണ്ടേ അപ്പൊ തന്നെ. എന്നാ കൊണ്ടുപോ. നിനക്ക് അവരോടുള്ള ശത്രുത ആഹാര സ്ഥലത്തിൽ കാണിക്കരുത്. ഇത് വേണം ഇവിടുത്തെ പിള്ളേർക്ക് എടുത്ത് കൊടുക്കാമല്ലോ. പിന്നെന്ത്? ഇവിടുത്തെ പിള്ളേർക്ക് അവളുടെ അരിമുറുക്ക് വേണ്ട. ചേച്ചി ഇവിടെ ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഞാൻ കൊണ്ടുപോയി എനിക്കാണോ അവിടെ? എന്തിന്? ആർക്ക്? പിള്ളേർക്ക് കൊടുക്കാം. വേണ്ടെന്ന് പറയാം. എനിക്ക് അതാ കൊണ്ടുപോ. ചേച്ചി ഇത് വെറും മുറുക്കല്ല, അരിമുറുക്കാണ്. മധുരൈ മുറുക്ക്. ഞാൻ പറഞ്ഞ വഴിക്ക് 2 എണ്ണം തിന്നു നോക്കിയിട്ടല്ലേ കൊണ്ടുവന്നത്. ചന്ദ്രന്റെ പരസ്യമൊന്നും ഇവിടെ ആവശ്യമില്ല. ഇത് എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോയ കൗണ്ടറിന്റെ മോൾ ഉണ്ടാക്കിയ നുറുക്കാണ്. അതിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടാവും. കൊണ്ടുപോ ഇവിടെ നിന്ന്. മധുരക്കാരെ മോശമാണെന്ന് വിചാരിച്ചേ? ഇത്രയും ശുദ്ധ മനസ്സുള്ള ലോകത്ത് ആരുമില്ലടി. ഈ വിഷമാണ് കൊടുത്തിട്ട് ചന്ദ്രൻ 2 എണ്ണം കയറ്റിട്ടിരിക്കല്ലേ. എപ്പോഴും തട്ടിയാനവൻ അവർ വല്ല അടക്കോട്ടവർ നോക്ക്. ചന്ദ്ര എന്ത് ചേച്ചി? എന്തെങ്കിലും കുഴപ്പം തോന്നണ്ട? ഇല്ല ചേച്ചി
കുഴപ്പമൊന്നുമില്ല. ഇല്ലണ്ണാ. ഓക്കെ ചേട്ടാ. ഓടും. അയ്യോ പോട്ടാ. ഓയ്യോ. ചേച്ചി സൂക്ഷിച്ചോ, ഇടയ്ക്ക് എവിടെയെങ്കിലും തലഞ്ഞുറ്റി വീണ എനിക്കൊന്നും പറയാനില്ല. എന്തോന്ന് പറഞ്ഞു ഇത്? അച്ഛോ, എന്തൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മുറുക്കിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. സത്യം പറഞ്ഞാൽ ഈ മുറുക്കിൻ്റെ രുചി പിടിച്ചാണ് മുടി അവിടെ നിന്നത്. പാടഞ്ചും പെട്ട് നല്ല പണിപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ഒരു വിധത്തിൽ വരൂലെന്നേ. ആ ഗൗണ്ടറിനെ അവിടെ ചുറ്റിപ്പറ്റി ചെറുക്കാൻ നിൽക്കും. എന്നിട്ട് പറയണത് അച്ഛാ എനിക്ക് ഈ പെണ്ണിനെ വേണം. ഞാൻ പറഞ്ഞു ആ ഇവരെ കളിക്കരുത് നീ, അച്ഛൻ ഈ പെണ്ണിനെ കൊണ്ടുപോയി ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണത് ഈ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഗൗണ്ടറിനെ അടുത്ത് ഇവൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മായിയപ്പനാണല്ലേ ഗൗണ്ടർ, എനിക്കൊരു ഇലക്ട്രോണിക് ഷോപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനെന്താ പറഞ്ഞേ? എനിക്കെൻ്റെ നാട്ടിൽ എൻ്റെ ഭാര്യ മക്കളുണ്ട്, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ഗൗണ്ടറിന് ആൾക്കാർ ഇവനെ വിടൂല, ഒരു തരത്തിൽ വിടൂല. ഇവനെയും കൊണ്ടുപോകണമെന്ന് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വല്ലതും ചെയ്യാൻ പറ്റുമോ? അവസാനം ഗൗണ്ടറിൻ്റെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു. നിറവേറും നിറകണ്ണുമായിട്ട് ഒരു അമ്മ അവിടെ ഇരിപ്പുണ്ട്. ഗൗണ്ടർ ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം. അതിന് കരുതില്ലെന്നേ ഉള്ളൂ, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ വരണ ഇവൻ ചിന്ന കറിക്കറി നിൽക്കല്ലേ നമ്മുടെ അടുത്ത്. ഞാനിവനെ വലിച്ചെടുത്തോണ്ട് എന്തോ ഇല്ല മക്കളെ വലിച്ചോണ്ട് വരണ് യവനെ. അവളാണെങ്കിൽ മോളിൽ നിന്ന് ടാറ്റ പറയണ്. എവിടെ? ഗൗണ്ടർ മണിമാളിയുടെ മോളിൽ നിന്നുണ്ട്. യവൻ വരണ, ഞാൻ ഇങ്ങോട്ട് വലിക്കണി. യവൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കണം, വൃത്തികെട്ടവൻ. ഒരു വിധത്തിലാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. അല്ല, ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ച് പോകുന്ന സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് മനസ്സുമാറി ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോവോ? അതുകൊണ്ടാണല്ലോ ഞാൻ വീട്ടിന് പുറത്തിറക്കാതെ വേറെ അകത്തെന്ന് പറഞ്ഞ് വിരട്ടി അകത്ത് ഇരുത്തിക്കണത്. അയ്യോ വരണ്, വാ വാ, അമ്മയ്ക്ക് ഭയങ്കര വിഷമ. മോൻ അടുക്കളയെ കണ്ടില്ലല്ലോ. ആ വിഷമം മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ കേറി വന്നത് അടുക്കള. അല്ല എല്ലാരും കൂടി മുറുക്ക് കഴിക്കുക. പിന്നെ ചേട്ടത്തി തന്നിട്ടല്ലേ നാത്തുമാർക്ക് കഴിക്കാൻ. ചേട്ടമ്മേ ചേട്ടത്തി ചേട്ടത്തി ചേട്ടത്തിയാ വൃത്തികെട്ടവൻ. നാണുണ്ടോ നിനക്ക്? ആ തമിഴ് മുറുക്കെന്നപ്പോ രണ്ട് കൈ നീട്ടി മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണല്ലേ? ഏത് തമിഴത്തി മുറുക്കുന്ന ഏത് രണ്ട് കൈട്ടി നീ ആര് മേടിച്ചത്? കൂടുതൽ സംസാരിക്കല. നാണോ കണ്ട തമിഴ് വരുന്ന മുറുക്കുന്നതിന്റെ ഈ അച്ഛൻ പറയണ കേട്ടൊന്നും വിശ്വസിക്കില്ല. ഞാൻ പറയാല്ല, ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ പറയാൻ. നീ പറയണ്ട, എല്ലാ അച്ഛൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞ്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. നിനക്ക് അവിടെ നിന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ആർക്കും വരാൻ വലിച്ചെടുത്തോളാണ് വന്നത്. നാണമില്ലല്ലോ ചേട്ടന്. നിനക്ക് അങ്ങോട്ട് പോണോ മധുരക്ക്? ഇനി അല്ല, ഇപ്പൊ മധുരക്ക് പോയ എന്താ കുഴപ്പം? അയ്യോ, മധുരയ്ക്ക് പോയ ഒരു കുഴപ്പമില്ല. നീ മധുരയ്ക്ക് പോകാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിന്നെ തല്ലിക്കൊന്നിട്ട് നിന്റെ മുറി തന്നെ കുഴിച്ചു മൂടും. കേറിപ്പോടാ, കേറിപ്പോടാ, കേറിപ്പോടാ. ഓടും പതുക്കെ കടിക്കാ, പല്ല് മൊത്തം പൊഴിഞ്ഞു പോകണ്ടേ ഇനി. ഇതാരി അഴകിയ തമിഴ് മകനാ? അമ്മ എവിടെ? അച്ഛൻ പുറത്തു പോയാ? എന്തിനാ? അവരില്ലാത്ത നേരം നോക്കി മധുരയിൽ പോയിട്ട് തമിഴത്തിന് അടിച്ചുകൊണ്ട് ഒരാൾ പരിപാടി. വീക്ക് വെച്ചെന്നുള്ള മക്കളെ വിഷ്ണു. എന്താ ഡൈ ശങ്കരണ്ണ ഒരു കാര്യം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്ന്. ഓ, പഴനി പറ്റി മുട്ട അടിക്കണല്ലേ? നടക്കില്ല. എടാ മക്കളെ, അതൊരു നല്ല കാര്യമല്ലേടാ, ഒരു നേർച്ചയല്ലേ, അത് നടത്തിക്കൂടാ. അത്ര നിർബന്ധമുണ്ടെങ്കിലേ ചിരപ്പൻ്റെ തല കൊണ്ടേ മുട്ട അടിക്കും. ഇവന്റെ തല മുട്ട അടിക്കാനാ? നിന്റെ ദൈവത്തിനെ കളിയാക്കണ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തല മുട്ട അടിക്കാൻ കിട്ടില്ല. മക്കളെ ഇങ്ങോട്ട് നോക്ക്. നിനക്ക് എന്തെങ്കിലും മുടി വെട്ടണമെന്ന് തോന്നുമ്പം നീ അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൂപ്പൻ നിന്നെ പഴയനെ കൊണ്ട് വേഗം മുട്ട അടിച്ചേക്കാം. എന്ത്? അപ്പം നേരത്തെ സ്വപ്പം താമസിച്ചാലും പഴയാണ്ട് ഭാഗത്ത് ക്ഷമിച്ചോളൂ. ശരി, ഞാൻ ഇപ്പോൾ കടയിൽ പോയിക്കോട്ടെ. വിഷ്ണുവായി എവിടെ പോണു? ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോണു.
നിന്നോടല്ലേടാ പറഞ്ഞത് പുറത്തിറങ്ങരുതൊന്ന്? എന്നിട്ടാണ് പുറത്തേക്ക് പോകണേ ഇപ്പൊ? ഒന്നാമത് അച്ഛൻ കൂടി ഇല്ലാത്തത് ഇവിടെ. അച്ഛനിവിടെ ഇല്ലേ? അച്ഛനിവിടെ ഇല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നേരത്തെ ഞാനൊരു സംഭവം പറയാൻ വന്നപ്പോൾ അച്ഛൻ എപ്പോഴും കയറി തടുത്തില്ലേ? അതിന്റെ കാരണം എന്തുവാ അറിയോ? കാരണം എനിക്കറിയാം. യവനെ ഞാൻ ഗൗണ്ടർ അടുത്തുനിന്ന് വലിച്ചഴിച്ചോണ്ട് വന്നില്ലേ, അത് യവൻ ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ കാരണം. മക്കളെ, നിന്റെ നല്ലതിന് വേണ്ടിയല്ല അവ പഠിച്ചെടുത്തിന് കൊണ്ടുവന്നത്. അണ്ണ ഒന്നും പറയണ, അവൻ നന്നാവൂലണ്ണ. വിട്ട ഗ്യാസ്. എന്തിനാണ് വെറുതെ അച്ഛനെ വിഷമിപ്പിക്കണേ? അതെ, അച്ഛനെ എന്നെ അല്ല അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവന്നത്, ഞാനാണ് അച്ഛനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. അതെ, അച്ഛനെ എന്നെ അല്ല അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവന്നത്, ഞാനാണ് അച്ഛനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. ഒരക്ഷരം എന്നെ മിണ്ടി പോരുത്. പറയടാ. അതെ, അച്ഛൻ മധുരയിൽ എത്തണ മുമ്പ് ചൊക്കലിംഗ മാമ എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും ദിവസം നിങ്ങൾ അവിടെ എന്തെടുക്കണായിരുന്നടാ? നിക്കണല്ല മല ചോയ്ക്ക്. ഗൗണ്ടറിന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ എന്നെ നേരെ ചൊക്കലിംഗ മാമന്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് രാവിലെ TV സ്കൂട്ടറായിട്ട് കറങ്ങാൻ ഇറങ്ങും. കറക്കമൊക്കെ കറങ്ങി ഈവനിങ് തിരിച്ചെത്തിയിട്ട് അവിടെ നിന്ന് വീട്ടുകാരൊക്കെ ആയിട്ട് ചന്തയിൽ പോകും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആട്ടവും പാട്ടും കൂത്തും എന്തൊരു ആഘോഷമാണെന്ന്. അവിടെ നിന്ന് വിളിച്ച അച്ഛന് തീരെ മനസ്സില്ല ഇങ്ങോട്ട് തിരിച്ചു വരാൻ. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു അമ്മയുടെ പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ ഇത് പറയട്ടെ. പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞാന്നറിയോ? എന്താ പറഞ്ഞ? അവൾ ഒറ്റയ്ക്ക് പ്രസവിച്ചോളുന്നു. അയ്യോ, നീ എങ്ങനെയാണ് ഇവനെ കൊണ്ട് പിടിച്ചോണ്ട് വന്നത്? ഞാൻ പറഞ്ഞ അച്ഛൻ നാട്ടിൽ വന്നില്ലെങ്കിൽ നാട്ടിൽ നിന്ന് അമ്മേനെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ബാലു, ഇതിനാണ് എൻ്റെ ശിവയുടെ ബാഗും എടുത്ത് അതിനകത്ത് ഡ്രസ്സും തിരികെ കയറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ട അല്ലേ? കഥ കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കല്ലേ. നിങ്ങൾ എല്ലാവരും കഴിച്ചില്ലേ മറ്റേ അരിമുറുക്ക്? ഞാൻ കഴിച്ചില്ല. നല്ല കുട്ടി. ബാക്കിയുള്ള ആരും കഴിച്ചില്ലേ? അത് എനിക്ക് തമിഴ്ത്തി ഉണ്ടാക്കിയെന്നല്ല, ആ കനകാൻ്റെ. എന്ത് പറയട്ടെ? തീർന്നിട്ടില്ല, പറയട്ടെ. അതമ്മേ കനകാൻ്റി പറയട്ടെ, അച്ഛന് വേണ്ടി സ്നേഹത്തോടെ പൊതിഞ്ഞു കൊടുത്താണ് നാട്ടിലിരുന്ന് കഴിക്കാൻ. அப்படிയൊന്നും അല്ല. கனகம் வந்து எனக்கு தங்கச்சி மாதிரி. ஆனால் நீ கனவை கூட அப்படி ஒன்று கனகத்தை பற்றி மோசமாக ஒன்று நீ ஒரு மாப்பிள்ளை இல்லையா? മലയാളത്തിൽ പറയാൻ ഞാൻ ഇനി തൊട്ട് മധുരയിൽ പോകില്ല. അന്ത ഭയം ഇരിക്കട്ടെ. അഴിമുറുക്കും നിന്നൂല.